പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ പരിശുദ്ധ നാമത്താൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പൈശാചിക പീഡകളെയും യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. അത്ഭുത കൃപാവരങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ പ്രവഹിക്കട്ടെ. കർത്താവെ, ഈ ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവരാജ്യത്തിൽ മുഖാഭിമുഖം അങ്ങയെ കാണാൻ തക്കവിധം ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് മുദ്ര ചെയ്യണമേ. നാശത്തിന് വിട്ടുകൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് വിട്ടുകൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന് വിട്ടുകൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ മുദ്ര ഈ മക്കളുടെ മേൽ ഇപ്പോൾ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിലേക്കുള്ള സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളും ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ അനുസരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. എന്താണ് നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളും ഈ ഭൂമിയിൽ അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ? അച്ഛൻ ഈ കാര്യം തന്നെ ഒരു സദസ്സിൽ ചോദിച്ചപ്പോൾ അനേകർ പറഞ്ഞൊരു കാര്യമുണ്ട്, നടക്കുകയില്ല. അച്ചോ, ഇത് ഭൂമിയാണ്, ഇത് മണ്ണാണ്, ഇത് മണ്ണിൻ്റെ സ്വഭാവം ചില കാണിക്കും. നീതിമാൻ പോലും ദിവസത്തിൽ 7 തവണ വീഴുന്നു. അതുകൊണ്ട് മരിക്കുന്നത് വരെ മണ്ണിൻ്റെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് പാപത്തെക്കുറിച്ചൊന്നും അത്ര സ്ട്രിക്റ്റായിട്ടൊന്നും പറയുമൊന്നും വേണ്ട. കുറച്ചൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും, കുറേയൊക്കെ പോകും. അങ്ങനെ കയറിയും ഇറങ്ങിയും കിടക്കുന്നൊരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. അല്ലാതെ എല്ലാം ക്ലിയറാക്കാൻ വേണ്ടി നോക്കിയാൽ അതൊരു വലിയ മണ്ടത്തരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ നാടൻ ചേട്ടന്മാർ അച്ഛനോട് പറഞ്ഞ ഒരു ഉപദേശം. ഹല്ലേലൂയ. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വലിയൊരു ആത്മീയ പ്രശ്നമാണ്, ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ള ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതിനെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിയമാവർത്തന ഗ്രന്ഥത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം കർത്താവിൻ്റെ ശ്രദ്ധയിൽ തന്നു. നിയമാവർത്തന ഗ്രന്ഥം 30-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ പ്രമാണങ്ങൾ, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പനകൾ, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന തിരുവചനങ്ങൾ, ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാടുകൾ നിനക്ക് അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ നിന്റെ ശക്തിക്ക് അതീതമോ അല്ല. നിനക്കത് പാലിക്കാൻ പറ്റും. അതാണ് നിയമാവർത്തനം 30-ാം അധ്യായം 14-ാം വാക്യം. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എനിക്ക് വലിയ വിടുതൽ നൽകിയ ഒരു വചനമാണിത്. ദൈവം തൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് പ്രാവർത്തികമാക്കാൻ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും കഴിയും. ഫ്രാൻസിസ് അസിസി പുണ്യവാളനും ഫ്രാൻസിസ് സേവ്യറിനും മാത്രമല്ല, ഈ ലോകത്തിലെ അതിശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാർക്ക് മാത്രമല്ല, ഓരോ പൈതലിനും ദൈവം തന്നിട്ടുള്ള എല്ലാ വചനങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിയും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നാൽ അനേകർ ഇന്ന് വേദനിക്കുകയാണ്, അനേകർ ഇന്ന് അന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ്, അനേകർ ഇന്ന് വിഷമിക്കുകയാണ്. ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇത് പറ്റില്ല എന്ന് തന്നെയാണ് അനേകരുടെ ഹൃദയങ്ങളിൽ സാത്താൻ നൽകിയിരിക്കുന്ന നുണചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ അവരുടെ മനസ്സിൽ ഒരു നുണചിന്തയെ കൊടുത്തിരിക്കുകയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? ജാത്യ ഉള്ളത് തൂത്താൽ പോകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാരമ്പര്യമായി സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഇങ്ങനെയുള്ള രീതി വിശേഷങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകുമോ? അത് കുറച്ചൊക്കെ ഉണ്ടാവും. പാരമ്പര്യമായി ഞങ്ങൾ കോപിഷ്ടന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യമായി ഞങ്ങൾ കഠിനമായി ആസക്തന്മാരാണ്. പാരമ്പര്യമായി പിശുക്ക് സ്വഭാവമുള്ളവരാണ്. പാരമ്പര്യമായി നുണ പറയുന്ന നാവിൻ്റെ ദുരുപയോഗം നടത്തുന്നവർ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തിന്മകളാണെങ്കിലും ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ പൂജിച്ച് അനുതാപപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതോടുകൂടെ ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകും.
ആ ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ വചനങ്ങളെയും പ്രാവർത്തികമാക്കാൻ കഴിയും. അതാണ് ജെറമിയ 13:23 പഠിപ്പിക്കുന്നത്. എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? എങ്കിലും തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് ഇന്നു മുതൽ നന്മ ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പാണ്. ഹല്ലേലൂയ. ഒരു പുള്ളിപ്പുലി എൻ്റെ പുള്ളി മാറ്റാൻ വേണ്ടി ഉദ്യമിക്കുകയാണെന്നിരിക്കട്ടെ, എന്തായിരിക്കും റിസൾട്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെ സംഭവിക്കുന്നില്ല. എങ്കിലും തിന്മ ചെയ്ത് പാരമ്പര്യമായി തിന്മ ചെയ്ത ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്നിരിക്കട്ടെ, നീ ഇന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നിനക്ക് ഇന്ന് മുതൽ നന്മ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു വികൃതിയായ കുട്ടി ദർശനവരമുള്ള ഒരു അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആ അച്ഛനോട് ആ കുട്ടി പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ കയ്യിൽ ഞാനൊരു തുമ്പിയെ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ വലിയൊരു ധ്യാനഗുരുവും ദർശനമുള്ള അച്ഛനൊക്കെ അല്ലേ. അച്ഛൻ ആ ദർശനം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം, ഈ കൈക്കുള്ളിലുള്ള തുമ്പി ചത്തതാണോ ജീവിച്ചതാണോ? പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ചിന്തിച്ച്, കർത്താവേ, ഞാൻ എന്തുത്തരമാണ് കൊടുക്കേണ്ടത്? ഞാൻ ഈ തുമ്പി ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ അവൻ പതുക്കെ കൈയൊന്ന് അമർത്തും, കൈ തുറക്കും, തുമ്പി ചത്തിരിക്കുന്നു. ഈ തുമ്പി ചത്തതാണെന്ന് പറഞ്ഞാൽ അവൻ കൈ തുറന്നു വിടും, തുമ്പി പറന്നു പോകും. എന്തു പറഞ്ഞാലും അച്ഛൻ്റെ ദർശനപരം തെറ്റ് എന്നവൻ സ്ഥാപിക്കും. അച്ഛൻ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, അപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛന് ദൈവീകമായ ആലോചനയെ കൊടുത്ത്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ വികടബുദ്ധി, നീ മനസ്സ് വെച്ചാൽ ആ തുമ്പി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മനസ്സ് വെച്ചാൽ ആ തുമ്പി ജീവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ 15:15 പഠിപ്പിക്കുന്ന പ്രകാരമാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. അട്ടപ്പാടിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും നീ ഏത് സ്ഥലത്തുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. പട്ടണങ്ങളിലുള്ളവർക്കും ഗ്രാമങ്ങളിലുള്ളവർക്കും വേറെ വേറെ ബൈബിൾ ഇല്ല എന്ന് ഓർക്കണം. ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും വേറെ വേറെ ബൈബിൾ ഇല്ല എന്ന് ഓർക്കണം. എല്ലാവർക്കും ഒരൊറ്റ ബൈബിളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ബാലികാബാലന്മാർക്കും വൃദ്ധന്മാർക്കും വേറെ വേറെ ബൈബിൾ ഇല്ലെന്ന് ഓർക്കണം. എല്ലാവർക്കും ഒരൊറ്റ ബൈബിളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് പാലിക്കാൻ കഴിയും. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭാഷകൻ 15:20 പാപം ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നൊരു സാഹചര്യം ഉള്ളത്? മനസ്സ് വെക്കാത്തത് കൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. മനസ്സ് വെക്കാത്തത് കൊണ്ട് തന്നെ. മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രോഗി വളരെ തളർന്ന അവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ രോഗിയുടെ അടുത്തിരിക്കുന്ന ടേബിളിൽ നിന്ന് ഗുളിക ഒന്ന് എടുത്ത് സ്വന്തമായി വായിലേക്ക് ഇടാൻ പോലും പറ്റാത്ത വിധം തളർന്ന് അവശനായി അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വായിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത വിധം തളർന്ന് കിടക്കുകയാണ്. ഈ തളർന്ന കയ്യെ എടുത്തൊന്ന് മാറ്റി വെക്കാൻ പോലും പറ്റാത്ത വിധം തളർന്ന് കിടക്കുകയാണ്. അങ്ങനെ തളർന്ന് കിടക്കുന്ന രോഗി, കൂടെ നിൽക്കുന്ന ആൾ വേണ്ടതുപോലെ കൈയൊന്നും അനക്കി തരുന്നില്ല, ഗുളികൊന്നും എടുത്തു തരുന്നില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്ത് വിഷമിച്ച് കിടക്കുകയാണ്. അങ്ങനെ തളർന്ന് കിടക്കുന്ന രോഗി ഒരു നിമിഷം നോക്കുമ്പോൾ ഇതാ ആശുപത്രിയുടെ ഒരു ഭാഗം മുഴുവൻ തീ പിടിച്ച് കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. എല്ലാ രോഗികളും എഴുന്നേറ്റ് അവരെ രക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുകയാണ്. രോഗി നോക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ ഓടി രക്ഷപ്പെട്ട്, ആ രോഗിയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തൻ്റെ രക്ഷാർത്ഥം ഓടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താങ്ങാൻ ആളുണ്ടെങ്കിൽ കുഴച്ചിൽ കൂടും. സഭാപ്രസംഗന പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാം തിരുലിഖിതം,
തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം പാപത്തിൽ പൂണ്ടുകിടക്കുന്നു. മനസ്സ് വെക്കാത്തതിനാൽ ഇന്ന് ദൈവമക്കൾക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റുന്നില്ല. ഞാനും നിങ്ങളും മനസ്സ് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തെ പാലിച്ച് ജീവിക്കാൻ കഴിയും. ഇത് ദൈവവചനം തരുന്ന ഉറപ്പാണ്. ബാറുക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജെറൂസലം, ജെറൂസലം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നീ എടുത്ത് അണിയണം. നീ ശക്തനാകണം. നീ വിശുദ്ധിയിലേക്ക് ഉയരണം. നീ എഴുന്നേറ്റ് നിൽക്കണം. നീ എന്നീ പാപത്തിൽ കടന്നാൽ പോരാ. നീ എഴുന്നേറ്റ് നിൽക്കണം. നീ പ്രാർത്ഥനയിലേക്ക് ഉയരണം. നീ പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് വിശുദ്ധിയിലേക്ക് നടക്കണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സാത്താൻ നൽകുന്ന തെറ്റായ ചിന്തകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ ആത്മാക്കളെയും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് കെട്ടുകൾ അഴിച്ചു വിടണമേ. എനിക്ക് ഈ പാപത്തിൽ നിന്ന് മോചനമില്ല. എനിക്ക് ഈ വചനമൊന്നും അനുസരിക്കാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. ഞാൻ ബലഹീനനാണ്. ഞാൻ തകർന്നവനാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഇനി വിജയം കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഇത്ര കാലം ശ്രമിച്ചു. 10-50 വർഷക്കാലം ഞാൻ ശ്രമിച്ചു. എൻ്റെ മദ്യപാനം വിട്ടുപോയിട്ടില്ല. എൻ്റെ ജഡിക ഭാവങ്ങൾ വിട്ടുപോയിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ പീഡകൾ വിട്ടുപോയിട്ടില്ല. എൻ്റെ സംശയം വിട്ടുപോയിട്ടില്ല. കർത്താവേ, ഇനി എനിക്ക് രക്ഷയുണ്ടോ? ഇങ്ങനെ തളർന്നിരിക്കുന്ന ഓരോ ആത്മാവിലേക്കും ഈ നിമിഷം സ്വർഗീയമായ ശക്തി പ്രവഹിക്കട്ടെ. ആത്മീയമായ പുതുജീവൻ പ്രവഹിക്കട്ടെ. ആത്മീയമായ പുതുശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവമക്കളെ അഭിഷേകം ചെയ്യുന്ന കർത്താവ് അത്രേ. തൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ തനിക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഓരോ വചനങ്ങളും പാലിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി ദൈവസന്നിധി നമുക്ക് അപേക്ഷിക്കാം. ഭോഷ്ക്ക് ചിന്തിക്കാതെ, അവിവേകം ചിന്തിക്കാതെ, ദൈവദാനങ്ങൾക്ക് ഒത്തവിധം ചിന്തിക്കാൻ ദൈവമേ അനുഗ്രഹിക്കണമേ. ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്ക് ഒത്തവിധം ചിന്തിക്കാൻ, എല്ലാ അർത്ഥശൂന്യമായ സംഭാഷണങ്ങൾ വിട്ടൊഴിഞ്ഞു പോകാൻ, വിടുവാക്കുകൾ നീങ്ങിപ്പോകാൻ, പാപത്തിൻ്റെ സംസാരങ്ങൾ വിട്ടുപോകാൻ ദൈവത്തിൻ്റെ ശക്തി ഈ നിമിഷങ്ങളിൽ നമ്മുടെ മേൽ പ്രവഹിക്കട്ടെ. ഓരോ മകനും ഓരോ മകളും ഈ ആരാധനയുടെ ആശീർവാദ നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിലേക്ക് കരങ്ങൾ ഉയർത്തി രോഗത്തിന് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലുള്ള ഭോഷത്വങ്ങളിൽ നിന്ന് വിടുതലിനായി പ്രാർത്ഥിക്കുക. ഭോഷ്ക്ക് സംസാരങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പാപത്തിൻ്റെ ജീവിതം വിട്ടൊഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഇടിമിന്നൽ പോലെ ദൈവശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരുടെ മേൽ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകിയെത്തട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, തകർന്ന് നിലവിളിക്കുന്ന മക്കളുടെ ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഒഴുകട്ടെ. രോഗികൾ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ നിന്ന് പൈശാചിക പീഡകൾ കൂട്ടത്തോടെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിവേക ചിന്തകൾ, വികട ചിന്തകൾ, ദുർബുദ്ധി, എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങളും മനസ്സിൽ നിന്നും ചിന്താ മണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. യേശുവേ സ്തോത്രം. കോടഞ്ചേരി ചെമ്പോട് നിന്നാണ് ഞാൻ വന്നത്. എനിക്ക് കിഡ്നി സ്റ്റോൺ അസുഖമുള്ള ആളാണ്. ഇന്നലെ എനിക്ക് ആ രോഗം മാറിയതായിട്ട് അനുഭവപ്പെട്ടു. നല്ല നടുവേദനയും ഉണ്ടായിരുന്നു. നടുവേദന മാറിക്കിട്ടി. ഞാൻ യേശുവിനോട് നന്ദി പറയുന്നു. നടുവേദന എത്ര കാലമായിട്ടുള്ളതാണ്? നടുവേദന കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടാണ് ഉണ്ടായത്. ഒരു 5 വർഷമായിട്ടുണ്ടോ? 2 വർഷത്തോളമായി. 2 വർഷത്തോളമായി കിഡ്നി സ്റ്റോണും അതിനോടനുബന്ധിച്ച് നടുവേദന ഉണ്ടായിരുന്നു. എന്നാൽ
ഈ ധ്യാനത്തിൽ പങ്കെടുത്തു, യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നടുവേദന പൂർണ്ണമായും വിട്ടു. ഇപ്പം നടുവേദന എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ഒരു വേദന അനുഭവപ്പെടുന്നില്ല. മുട്ടുകുത്താനും കുനിയാനും നിവരാനും ഒക്കെ വേദന ഇല്ലാതെ സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുട്ട കുത്തിയത്. എനിക്ക് മുട്ട കുത്തുന്നതിനൊന്നും ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഒന്ന് മുട്ടുകുത്താവോ? ഇപ്പോൾ എത്ര നേരം വേണേലും മുട്ട കുത്താൻ ഒന്ന് പറ്റും. മുട്ടുകുത്തിക്കേ. ഹല്ലേലൂയ! കൈയടിച്ച് സ്വയം മാറ്റപ്പെടുക. ജീവിതത്തിൽ വേദനയില്ലാതെ ആദ്യമായിട്ട് സന്തോഷത്തോടെ മുട്ടുകുത്തി ദൈവത്തെ മാറ്റപ്പെടുത്തുകയാണ്. കൈയടിച്ച് സ്വയം മാറ്റപ്പെടുക. 2 വർഷത്തോളമായുള്ള നടുവേദനയും കിഡ്നി സ്റ്റോൺ സംബന്ധമായ ശാരീരിക അസ്വസ്ഥതകളും വിട്ടുപോയി. കൈയടിച്ച് ഒന്നും കൂടെ മാറ്റപ്പെടുത്തുന്നു. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എൻ്റെ പേര് ഷിജ. ഞാൻ കോതമംഗലം രൂപതയിൽ നീണ്ടപാറയിൽ വന്നു. എനിക്ക് ചെറുപ്പം മുതൽ നടുവേദന ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആശുപത്രി കിടന്ന് തിരുമുകയൊക്കെ ചെയ്തു. പക്ഷെ അന്നൊന്നും കുറഞ്ഞില്ല. ഞാൻ വണ്ടി ഓടിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ വേദന എടുക്കും. കുറേ നേരമൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നടു മിന്നുമായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു. അതുപോലെ ആദ്യത്തെ ദിവസം സ്തുതിച്ചപ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ 2ാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് സ്തുതിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ നടുവേദന മാറിക്കിട്ടി. അതുപോലെ മുട്ടുകുത്തി കുറച്ച് നേരം മുട്ടുകുത്തി കഴിയുമ്പോൾ ഭയങ്കര നടുവേദനയായിരുന്നു. അതെല്ലാം എനിക്ക് മാറി. എൻ്റെ കർത്താവ് സൗഖ്യം തന്നു എനിക്ക്. ഷിജ ചെറുപ്പം മുതൽ നടുവേദന നിമിത്തം വളരെ പീഡ സഹിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ ധ്യാനത്തിൽ ആദ്യ ദിവസം സ്തുതിപ്പിന് ശേഷം പിന്നെ നടുവേദന ഈ ശരീരത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയി. അത്ഭുത സൗഖ്യത്തെ ഷിജ അനുഭവിക്കുന്നു. ഹല്ലേലൂയ! സന്തോഷത്തോടെ കൈയടിച്ച് സ്വയം മാറ്റപ്പെടുത്താം. ഒന്ന് മുട്ടുകുത്തി നിൽക്കാവോ ഷിജ? ഒന്ന് മുട്ടുകുത്തി നിൽക്കാം. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.